എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നോക്കി ഞാൻ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ രാവിലെ എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊടുക്കാൻ കരുതി. ഡേ ഇൻ മൈ ലൈഫ് ആണ് നടക്കാൻ പോകുന്നത്. അതെ, ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് കുറെ നേരമായിട്ടാ, പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എന്തായാലും കടക്കര വീട്ടിൽ എടുക്കാന്ന് കരുതിക്കൊണ്ട് ഇന്ന് നമ്മുടെ ചായ വെക്കണത് നമ്മുടെ കണ്ണനാണ്. ചായ വെക്കാൻ പോണ. ശ്രുതി ചായ വെക്കാൻ പോയപ്പോ പറഞ്ഞു വേണ്ട ഞാൻ വെച്ച് തരാന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് തമാശക്കാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ സീരിയസ് ആയിട്ട് പോയി ചായ വെക്കടാന്ന് പറഞ്ഞു. അവൻ ചായ വെക്കാൻ പോവേണ്. അവന്റെ ചായ ഇന്ന് എന്തായിരിക്കും നമുക്ക് നോക്കാം. എന്നിട്ട് എന്തൊക്കെയുണ്ട് കാണാൻ വിശേഷങ്ങള്? അതെ, പിന്നെ ഷോപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകും? അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ഒന്നും തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കുറെ നേരം നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് സമയം ഇപ്പൊ 8:30 8:30 നമ്മളെ ജോലികളൊക്കെ നമ്മൾ തുടങ്ങാൻ പോണത് അല്ലേ. അപ്പൊ ഇനി ജോലി തുടങ്ങുമ്പോ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടാ. ഒരാൾ അവിടെ പള്ളിയൊക്കെ ഉണ്ട്, ഒരാളവിടെ ഫോൺ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇത്രയും നേരം ഹാളിൽ അതെ ഇനിയിപ്പോ ഒന്ന് എല്ലാവരും കൂടി ഇപ്പൊ അമ്പലത്തിലൊന്ന് പോകും. അമ്പലത്തിൽ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ട്രസ്റ്റ് ഒക്കെ ഉണ്ട്. ഞാൻ വീട്ടിലോട്ട് പോകട്ടെ. ഇന്ന് ഉച്ചവരെ ഇവിടെ ഉണ്ടാവുള്ളൂ. ബാക്കി ഫുൾ വിശേഷങ്ങൾ ഇന്നത്തെ ഒരു ദിവസത്തെ ഫുൾ വിശേഷം ഞാൻ കാണിച്ചിരിക്കും. അപ്പൊ ദേ നമ്മുടെ സുധപ്പനോട് എത്തിയിട്ടുണ്ട്. സുധ കൂടെ എഴുന്നേറ്റ് വന്നിട്ട് ബനിയൻ ഇടിച്ചേക്കണേണ്. ശ്രുതിയുടെ കഴിഞ്ഞാ ശ്രുതിയുടെ പല്ലിയൊക്കെയാണ്. അതുകൊണ്ട് വഴ എന്ന് പറഞ്ഞിട്ടുണ്ട് അവള്. അമ്മയോടെ ഫോൺ ചെയ്യുന്നതാണ്. അപ്പം ഇനി അവർ രണ്ടുപേരും കൂടി വന്നിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ആദ്യം തന്നെ മുറ്റടിക്കാൻ പോണേ കേട്ടോ. ഞാൻ ആദ്യം തന്നെ മുറ്റടിക്കാൻ കരുതി. അവളെല്ലാ ദിവസവും ഒറ്റക്കല്ല അടിക്കാറ്. അപ്പം ഇന്ന് ഞാൻ അടിക്കാൻ കരുതി. വേഗം ആണാടി ഫ്രണ്ടില് ഇല്ലാത്ത ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഞാൻ പറയണുണ്ടെന്നൊക്കെ. അപ്പൊ എന്തായാലും മുറ്റടിക്കാൻ കരുതി. ആദ്യം തന്നെ മുറ്റടിക്കുക. പിന്നെ ചായയുടെ കടി എന്താണെന്നൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പൊ ഈ കണ്ണൻ ഉണ്ടാക്കുന്ന ചായ കുടിച്ച് കുറച്ചു നേരം കൂടി ഇരിക്കും. കൂടുതലും ഇവിടെ ഇല്ല ചായ കുടിക്കല്ല, കുറെ നേരം എപ്പോഴും കടക്കര വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതലും ഇരിപ്പും വർത്താനത്തിനാണ് മുൻഗണന. അപ്പൊ നമ്മള് ഇനി കണ്ണൻ്റെ ചായ കുടിക്കുക. ശ്രുതിയും കൂടി വരട്ടെ പല്ല് തേച്ചിട്ട്. അപ്പോഴേക്കും ഞാൻ പോയി വേഗം പല്ലൊക്കെ തേച്ചിട്ട് വരാം. പല്ലൊന്നും തേച്ചിട്ടില്ല, പല്ലൊക്കെ തേച്ച് മുറ്റമൊക്കെ അടിച്ചിട്ടൊക്കെ വരാം. അങ്ങനെ അമ്മയും എത്തിയിട്ടുണ്ട്. അമ്മയും വന്ന് ദേ കണ്ണൻ തിളപ്പിച്ചു കൊടുത്ത ചായ കുടിക്കണ്ട. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് അമ്മ ചായനെ കുറിച്ച് പറ. ചായ കാണാനും നല്ലതാണ്, നല്ല ഭംഗിയുണ്ട്. പക്ഷെ മധുരം കൂടിയിട്ട് ഇറക്കാൻ പറ്റില്ല. പഞ്ചസാരക്കും കൂടി ഇത്ര മധുരം ഉണ്ടാവും. കൊറേ നാളത്തെ കണ്ണൻ ചായ തിളപ്പിച്ച് തന്നിട്ട. ഇനി ഒരിക്കലും എന്നോട് തിളപ്പിക്കാൻ പറയരുതെന്നും വളരെ. കഴിഞ്ഞ ദിവസം ഞാനൊരു 13 ഗ്ലാസ് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ടായപ്പോ തിളപ്പിച്ചെന്ന് പറഞ്ഞ നല്ലായിരുന്നു കേട്ടാ. ഇത് ഞങ്ങക്ക് രണ്ടുപേർക്കും കൂടി തിളപ്പിച്ചു തന്നേക്കുന്നത്. ശ്രുതിക്കാണെങ്കിൽ അത്യാവശ്യത്തിന് മധുരം കൂടുതൽ വേണ്ട ഒരാളാണ്. പക്ഷെ ഈ ചായക്ക് എന്താണ് ചെയ്യാൻ പറ്റണത്? ഇതിന് വല്ല മറ്റേ നാരങ്ങച്ചാറ കയ്പുള്ള ഇത് കഴിച്ച് കുടിച്ചിട്ട് അത് കഴിച്ചാലും വായുടെ ആ മധുരം അങ്ങനെ മാറിക്കിട്ടും. പിന്നെ സാരല്ല, മധുര ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്താന്ന് വെച്ചാൽ മധുരത്തോട് കൂടി ഇന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം വരെ എന്നാ മധുരം നിലനിർത്താൻ പറ്റിയാ മതിയായിരുന്നു. ഈ കാലത്തിട്ടിയ മധുരം വൈകുന്നേരം കളിയിലും കിട്ടിയാ മതിയായിരുന്നു. അതെ, ഇന്ന് ഓണക്കളി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങളിത് ഇന്നത്തെ ദിവസം നമ്മ അങ്ങോട്ട് തുടങ്ങിയാണ്. കഴിക്കാനിന്ന് മധുരമൊക്കെ കിട്ടും. കാരണം ട്രസ്റ്റ് ഒക്കെ ഇല്ല. ഇന്ന് ട്രസ്റ്റ് ഉണ്ട്. കഴിക്കാൻ കിട്ടും. പക്ഷെ മനസ്സിനൊരു മധുരം കിട്ടണമെങ്കിൽ നമുക്ക് ഞാറൊക്കെ കാണണം. ഈ വീഡിയോ നാളെ കളി കഴിഞ്ഞിട്ടേ കാണുള്ളൂ. ഇന്ന് നമ്മൾ ശ്രുതിയുടെ ബർത്ത്ഡേയുടെ വീഡിയോ ഒക്കെ ആയിരിക്കുള്ളൂ. പറഞ്ഞിട്ടില്ല. ഇന്നലെ വൈൻഡപ്പ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ കിടന്നുറങ്ങിയിരുന്നു. കണ്ണൻ അവിടെ തകർത്ത് പാട്ട് പാടി കൊടുക്കുന്നുണ്ട്. റീൽ എടുക്കാനുള്ള തത്രപ്പാടിലാണ്. അതെ, ഇവിടെ നിന്ന് പറഞ്ഞോട് പ്രാക്ടീസ്. അത് ഓൺ വോയിസ് ആണ് പാടണ. എല്ലാവരും മ്യൂസിക് വെറുതെ അവന് ഓൺ വോയിസ് ആണ് പാടാൻ പോണ. അറിഞ്ഞില്ല ഓൺ വോയിസ് ഇത് പാടൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൊറേ എന്തോരം വീഡിയോ അറിയാമോ ഞാൻ ഇവർക്ക് ഇട്ട് കൊടുക്കണത്. പക്ഷെ ഒന്നും എടുക്കണില്ല അങ്ങാട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിഷയം. ഇത് എന്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫാണ്. ഇനി
നമുക്കിനി ചായയുടെ കാര്യങ്ങളൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. മുറ്റടിക്കാന്ന് പറഞ്ഞ് പോയ ഞാൻ തിരിച്ചു വന്നതാണ് ഇവർ ചായ കുടിക്കാൻ കണ്ടപ്പോഴേക്ക്. അതെ, നമ്മൾ സാധാരണ എല്ലാവരും കൂടി കൂടുമ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കണേനല്ല കൂടുതലും വർത്താനം പറയുന്നത്. 7 മണി തുടങ്ങി 8:30 വരെ വർത്താനം പറഞ്ഞു തീർന്നിട്ടില്ല. നൈസ് ഇടി ഉണ്ടായി, പക്ഷെ അത് കണ്ണനത് അമ്മന ഇങ്ങനെ കളിയാക്കിയും അതങ്ങനെ തീർന്നു. അപ്പം ഇനി ഞങ്ങൾ പണി തുടങ്ങട്ടെ അല്ലേ? പണി തുടങ്ങിയിട്ടാണ് നമുക്ക് അമ്പലത്തിൽ പോകാനായിട്ട് രാവിലെ. അപ്പം പണി തുടങ്ങാം. അപ്പോൾ അതേ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മളിതേ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ അമ്പലത്തിൽ പോകണേ അല്ലേ? ഞങ്ങൾ 4 പേരും കൂടിയാണ് ഇന്ന് അമ്പലത്തിൽ പോണത്. കണ്ണൻ മഞ്ഞില്ല ഒരു ട്രസ്റ്റ് ഉണ്ട്, അപ്പം അതിന് പോകാനായിട്ട് അവനങ്ങാട് അതിനും പോകണം. അപ്പം അത് കാരണം ഞങ്ങൾ വേഗം പോയി തൊഴുതിട്ട് വരാമെന്ന് വരുത്തിക്കൊണ്ട് ഞങ്ങൾ പോകാൻ പോണേന്. അപ്പം അതെ ഞങ്ങൾ റെഡി ആയിട്ടാ. കണ്ണൻ ഇവിടെ ഇരിപ്പുണ്ട്, അമ്മ റെഡിയാവണ്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണേ. സുധു ഇങ്ങനെ റെഡി ആയിരിക്കുന്നു. അപ്പം ഞാൻ പോയിട്ട് വന്നിട്ട് ഞാനിനി പോകട്ടെ. കുറച്ച് നേരം കഴിയുമ്പോൾ വീട്ടിലോട്ട് പോകും. ഒരു ഡ്രസ്സിന് പോകുമ്പോൾ വീട്ടിലോട്ട് പോകും. അപ്പോൾ പോയി വന്നിട്ട് വേണം ഇനി ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് വേണം പോകാനായിട്ട്. ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കൊണ്ടുപോകാനല്ലേ മേ? കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എനിക്കൊന്നും ഉണ്ടായില്ല കൊണ്ടുപോകാനായിട്ട്, കാരണം ഡ്രസ്സൊന്നും ഉണ്ടായില്ലല്ലോ മേ. ഞാൻ കൈവേദനയായിട്ട് വന്നതുകൊണ്ട് ഈ പ്രാവശ്യം ഡ്രസ്സല്ല വേറെ കുറേ സാധനങ്ങളൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. കേക്കൊക്കെ ഉണ്ട്, പിന്നെ അവക്കാടോ ഒക്കെ ഉണ്ട്. മിക്കവാറും അവക്കാടോ ഞാൻ തന്നെ കൊണ്ടുപോയിട്ട് ഷെയ്ക്ക് അടിക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ഇവിടെ പഴുത്തിട്ടില്ല അവക്കാടോ ഷെയ്ക്ക് അടിക്കാന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ അതേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇതൊക്കെ ആയിട്ട് ഞാനേ ഇന്നലെ ഞാൻ മേടിച്ച കമ്മലും ഡ്രസ്സും മാത്രം കാണിച്ചു തരാം കേട്ടോ. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ 2.0 അല്ല, അല്ലെങ്കിൽ കാണാനില്ല ഡ്രസ്സൊക്കെ 2.0 അല്ല, ഇതില്ലെങ്കിൽ കൊണ്ടാട്ടത്തിലൊക്കെ കാണും. ഇന്നലെ കൊണ്ടുവന്ന ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സൊന്നും കാണിച്ചു അത് മാത്രം. അപ്പോൾ ദേ ഇതാണ് ഞാനും സുധപ്പനും അമ്മക്ക് വേണ്ടി മേടിച്ചത്. അമ്മ കൊടുത്തതാണിട്ടത്. അമ്മക്ക് വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മക്ക് വേണ്ടി എനിക്ക് വേണ്ടി മേടിച്ചത്. അതെ, അമ്മയുടെ ഗിഫ്റ്റ് അമ്മ പറഞ്ഞിട്ട് ഞാൻ മേടിച്ച നമുക്ക് ഇഷ്ടമായല്ലേ? എന്റെ സെലക്ഷൻ നമുക്ക് ഇഷ്ടമായി. സാധാരണ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവാറില്ല, കാരണം എനിക്ക് അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ അറിയാൻ പാടില്ലാത്ത കാരണം. ഞാൻ മേടിച്ച സാധനങ്ങളാണ് നിങ്ങൾ കണ്ടത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും കൊച്ചു കുഞ്ഞിന് മേടിക്കുന്ന പോലെ ക്ലിപ്പൊക്കെ എന്താന്ന്, പക്ഷെ ഇവൾക്ക് ആവശ്യമുള്ള ഞാൻ പറഞ്ഞിട്ട് മേടിച്ചു തരുന്നത് എനിക്ക് ആവശ്യമുള്ള സാധനം. പിന്നെ ഈ കമ്മലില്ലേ ചേച്ചി തന്നെ ഒരു ടോപ്പ് ഓണത്തിന് നമ്മൾ ചുരിദാറിന്റെ എടുത്തേക്കണം, അതിന് മാച്ച് കാണിച്ചിട്ടില്ലേ വീഡിയോ? അത് തന്നതിന് മാച്ച് ചെയ്തിട്ടുള്ള കമ്മലാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇതാണ് ഞാൻ ഇതൊന്നും കമ്മലൊന്നും മേടിക്കാൻ അറിയാൻ പാടില്ല കേട്ടോ. ഇന്നലെ ലിപ്സ്റ്റിക് ഒക്കെ നോക്കി ഞാൻ കുറെ അന്വേഷിച്ചു കിടന്നു, ഇത് മേടിക്കാൻ അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ലിപ്സ്റ്റിക്കിന് എന്തായാലും ഞാൻ മേടിച്ചു തരാടി, എന്താണ് പേരൊക്കെ ഇവള് പറഞ്ഞു. കടയിൽ ചെന്ന് ചോദിച്ചപ്പോ അതൊന്നും കാണാനില്ല. പിന്നെ ഈ കമ്മല് ഞാൻ വീഡിയോ കോൾ ചെയ്ത് തന്നെ മേടിച്ചത്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആവശ്യം പറഞ്ഞ കമ്മലിന് കൂടുതൽ ഇത്തിരി ക്രാബ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രാബൊക്കെ തീർന്നിരിക്കേണ്ട സാധനങ്ങളാണല്ലോ വേണ്ടത്. കുറെ ഡ്രസ്സ് തന്നെ ആവണ്ടല്ലോ നിർത്താം. അപ്പൊ ഡ്രസ്സ് അമ്മയും മേടിക്കാം, ബാക്കി സാധനങ്ങൾ ഞാനും മേടിക്കാന്നൊക്കെ ഓർത്ത്. പിന്നെ സുധപ്പന്റെ മിഠായി അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ കൊടുത്തത്. ബാക്കി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ബാക്കി അത് കഴിഞ്ഞ വീഡിയോയിലായിരിക്കും കണ്ടേക്കണത്. നമ്മുടെ ഇത് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞ വീഡിയോ ആണ്. അപ്പൊ അതൊക്കെയാണ് പെട്ടെന്നായി പോയി സുധുവിൻ്റെത്. ആ സമയത്ത് മാത്രം എല്ലാവരും കയ്യൊക്കെ അടിച്ചോളൂ. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ അമ്പലത്തിൽ പോകണം. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഇവിടെ വീട്ടിൽ തിരിച്ച് വന്നിട്ട് എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുപോകണമെന്നൊക്കെ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ഇപ്പോൾ തന്നെ പോകും. നമ്മളെ കടക്കര വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് ഇതാണ്. പിന്നെ അമ്പലത്തിൽ പോയി വന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ കടക്കര വീട്ടിൽ നിന്ന് കൂട്ടാട് വീട്ടിലോട്ട് എത്തിയിട്ടാ. കൂട്ടാട് വീട്ടിൽ നിന്ന് ഇന്നലെ നമ്മൾ പോകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ സുനിച്ചേട്ടൻ വൈകുന്നേരം മഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ തടഞ്ഞ് അവിടെ തന്നെ നിന്ന്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെയാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. പിന്നെ ഉച്ചക്ക് ആണെങ്കിൽ കുറച്ച് ഓട്ടവും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ മഞ്ഞില്ലെന്ന് പറഞ്ഞ കാരണം ഞാനും പോയി ട്രസ്റ്റിന്. അങ്ങനെ ട്രസ്റ്റിനൊക്കെ പോയി നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ചാണ് അവിടെ നിന്ന്. പിന്നെ നമ്മുടെ കളിയൊക്കെ കാണാൻ പോയി. കളിയുടെ വീഡിയോ ഒക്കെ നമ്മുടെ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട് കേട്ടോ. അടിപൊളി ഒരു വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ, കുറച്ചധികം സാധനങ്ങൾ ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ മറ്റേ പാൽക്കപ്പ ഉണ്ടാക്കിയപ്പോൾ കപ്പ പറിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്കുള്ളതല്ല കേട്ടാ, സുനിച്ചേട്ടനുള്ളത്. കാരണം പാൽക്കപ്പ ഉണ്ടാക്കി കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സുനിച്ചേട്ടനായിട്ട്. പക്ഷെ ചേട്ടൻ ഇന്നലെ വരാതിരുന്ന കാരണം അത് ഞങ്ങൾ തന്നെ കഴിച്ച്. അപ്പം പാൽക്കപ്പ, ഐസ്ക്രീം, ശ്രുതിക്ക് കൊടുത്ത ഡയറി മിൽക്കിന്റെ പകുതിയുമായി ശ്രുതു ഇങ്ങോട്ട് പോകുന്നത്. നന്ദു കൊടുത്ത ഡയറി മിൽക്കിന്റെ പകുതിയായിട്ട് ശ്രുതു ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. പിന്നെ പായസം, പിന്നെ സുനിച്ചേട്ടനുള്ള കേക്ക്, പിന്നെ കുറച്ച് സ്വീറ്റ്സ്. ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്.
അല്ലേ സുധു? അതെ. സുധു പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനും അതേ പോവാൻ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് ഇന്ന് ഇടിയപ്പമാണ്. കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. ചിക്കൻ നമ്മൾ കുറച്ച് ദിവസം 2 ദിവസം മുന്നേ മേടിച്ച് വെച്ച. അപ്പം ആ ചിക്കൻ കറി ഇടിയപ്പമാണ് ഇന്ന്. അപ്പം നമ്മുടെ വീഡിയോ നമുക്കിവിടെ നിർത്തിയാലോ? നമ്മുടെ കടക്കര വീട്ടിലെ ഒരു ദിവസത്തെ നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ, ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എല്ലാവരുടെയും ഡേ ഇൻ മൈ ലൈഫൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായി. പക്ഷെ എനിക്കത് അങ്ങനെ എല്ലാവരും ചെയ്യണ പോലെ പൂർത്തിയാക്കാൻ പറ്റിയില്ല. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയാണ്. കടക്കര ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർത്താനം പറഞ്ഞു. പക്ഷെ ഇന്നലെ കുറച്ച് കറക്കമൊക്കെ ഉണ്ടായ കാരണം കുറേ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചു വീഡിയോ, നമ്മുടെ വീട്ടിലെ കടക്കര കൂട്ടുകാർ. ആ വീട്ടിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.